എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത ഹരി. ഗുരുവായൂർ അപ് ടു ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഗുരുവായൂർ ക്ഷേത്രം നിയുക്ത മേൽശാന്തി കൗപ്ര മാറത്ത് ഇല്ലത്ത് അച്യുതൻ നമ്പൂതിരിയാണ്. നമസ്കാരം. അപ്പോ അദ്ദേഹത്തിനാണ് ഇനിയുള്ള 6 മാസക്കാലം ഗുരുവായൂരപ്പന്റെ പാദപൂജ ചെയ്യാൻ ഗുരുവായൂരപ്പൻ തന്നെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. അങ്ങ് എത്രാമത്തെ തവണയാണ് ഇപ്പൊ ഈ ഒരു മേൽശാന്തി സ്ഥാനത്തിലേക്ക് അപേക്ഷിക്കുന്നത്? നാലാമത്തെ തവണയാണ്. അപ്പൊ ഈ കഴിഞ്ഞ 3 തവണയും അങ്ങയുടെ പേര് ആ ലിസ്റ്റിൽ ഇല്ല എന്നറിയുമ്പോ, അല്ലെങ്കിൽ ആ നറുക്കെടുക്കുമ്പോ ഇല്ല എന്നറിയുമ്പോ എന്താ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്? അവിടെ ഒരു വിഷമോ അങ്ങനെയൊന്നും തോന്നാറില്ല. എന്നാൽ നമുക്ക് ഒരു കുറച്ചും കൂടിയും ഭഗവാന് സമർപ്പണം തന്നെയാണ്. ഓരോ സമയവും ഭഗവാന്റെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ, നമ്മളെ ഇങ്ങനെ അല്ല നല്ല നല്ല അതിന് നമ്മുടെ ഒന്ന് പാകപ്പെടാനുണ്ടാവും, അത്ര വിചാരിക്കാറുള്ളൂ. കുറച്ചും കൂടി ആവാണ്ടാവും വിചാരിക്കുക അല്ലെ? ആദ്യത്തെ പ്രാവശ്യം കൊടുത്തപ്പോ വിചാരിച്ചു അടുത്ത പ്രാവശ്യം എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചു? അങ്ങനെയൊന്നും വിചാരിക്കാറില്ല. ഇവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുക, ഞങ്ങളെ ഇല്ലത്തെ ഏട്ടന്മാര് കൊടുക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഒരു 4 തവണയൊക്കെ കൊടുക്കാറുണ്ട്. ഒന്നും അങ്ങനെ പ്രത്യേകിച്ചും മോഹിക്കരുതെന്നാണല്ലോ. പക്ഷെ എന്നാ നമ്മള് ചെയ്യണം, കൊടുക്കേണ്ട അർഹതപ്പെട്ടൊരു കുടുംബത്തിൽ കിടന്നാൽ നമ്മള് കൊടുക്കാന്നുള്ള അതൊരു കർത്തവ്യം കൂടിയാണ്. അങ്ങനെ നമ്മള് അപ്പോ ഇപ്പൊ ഈ ഒരു 4ാമത്തെ പ്രാവശ്യമാണ് അല്ലെ അങ്ങേക്ക് ആ ഒരു നിമിഷം, ഉച്ചപൂജ കഴിഞ്ഞ് ആ ഒരു നിമിഷം അങ്ങയുടെ പേര് ഇങ്ങനെ വിളിച്ചപ്പോ അങ്ങേക്ക് ആ നിമിഷം എന്താ തോന്നിയത്? കുറച്ചു നേരെ എനിക്കൊന്നും അറിയണില്ല. അത് ശരി. കാരണം നമ്മളാരുമല്ലല്ലോ, ഭഗവാൻ ഇഷ്ടങ്ങോട്ട് ഒരു നറുക്കെടുക്കല്ലേ, മേശാന്തിയുടെ രൂപത്തിൽ വന്നിട്ട് അങ്ങോട്ട് എടുക്കുമ്പോ എനിക്കിതാണ് എന്ന് പറയുന്ന ഒരവസ്ഥയല്ലോ. അതിന്റെ മുമ്പിൽ നമുക്ക് ഈ ലോകത്ത് ആരുടെ സമ്മതം ഉണ്ടെങ്കിലും അതിനപ്പുറമൊക്കെ ലോകം നമ്മുടെ ഈശ്വരൻ നമ്മളെ ഒരു അംഗീകരിക്കുക എന്ന് പറയുന്നത് അതാണ്. അത് നമുക്ക് അറിയാനുള്ളൊരു അവസരമാണല്ലോ. അപ്പോ അങ്ങ് എന്താണ് ചെയ്യുന്നുണ്ടായിരുന്നത്? ഞാൻ എന്റെ സാധാരണ ഒരു ഇല്ലങ്ങളിലുള്ള പോലുള്ള ദേവാലയങ്ങളും മറ്റും, അതിനോടൊപ്പം ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. ഏത് വിഷയത്തിലാണ്? സംസ്കൃതം തന്നെയാണ്. സംസ്കൃതം. ഇവിടെ തൃശ്ശൂർ തന്നെയായിരുന്നു? അല്ല, ഞാൻ പട്ടാമ്പിയിലും VTB കോളേജിലൊക്കെ ആയിട്ടാണ് പഠിച്ചത്. പിന്നെ അധ്യാപകനായിട്ട് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളില്. ഏത് ക്ലാസ്സിലാണ്? ഹയർ സെക്കൻഡറിയിലാണ്. അത് ശരി. നമ്മുടെ നിയുക്ത മേൽശാന്തി ഒരു ഭാഗവത ആചാര്യൻ കൂടിയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയൂ. ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന്, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. അതായത് കലികാലത്ത് ഭാഗവത രൂപത്തിലാണ് കൃഷ്ണൻ നമ്മുടെ ഒപ്പുള്ളത്. അപ്പോ അത് സേവിക്കാന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഭാഗവത രൂപത്തില് അക്ഷരങ്ങളുടെ രൂപത്തിൽ അവിടെ നിൽക്കുക. അപ്പൊ അത് സേവിക്കാൻ മുത്തശ്ശന്റെയും ഗുരുക്കന്മാരുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് കാലങ്ങളായിട്ട് നമുക്കത് സാധിച്ചു വന്നു. അത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നും വിചാരിക്കണം. ഒരുപാട് വേദികളില് ഭാഗവതം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോ ഗുരുവായൂരിലേക്ക് അടുക്കാനൊരു നിയോഗം ലഭിച്ചു. വളരെ സന്തോഷാണ് ഇപ്പൊ മനസ്സില്. ഇനിയിപ്പോ എത്ര ദിവസം കൂടി ഉണ്ട് അങ്ങ് ഈ ചുമതല ഏൽക്കാൻ? ഇന്നിപ്പോ 3ാമത്തെ ദിവസമാണ് ഭജന തുടങ്ങിയിട്ട്. പിന്നെ 31-ാം തീയതി പറയുമ്പോ 9ാമത്തെ ദിവസം, 9 ദിവസം കൂടി. അപ്പൊ ഈ ഭജന ഇരിക്കാന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, അങ്ങ് എന്താണ് ഇപ്പൊ ക്ഷേത്രത്തിൽ പോയി അങ്ങക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യേണ്ടത് എന്നുള്ളത്. അതൊന്ന് പ്രേക്ഷകർക്ക്. ഭജന ഇരിക്കാന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മൾ ഈ 100 കൂട്ടം അനാവശ്യ ചിന്തകളും അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അങ്ങനെയല്ലല്ലോ ഭഗവാനെ സേവിക്കണം എന്ന് വെച്ചാൽ അവിടെ ഒരു പൂർണ്ണമായ സമർപ്പണം ഉണ്ടാവും. അപ്പോ അതിന് ആ ഭഗവാനോട് ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുക, ഭഗവാന്റെ അടുത്ത് ഇരിക്കുക. അപ്പൊ തന്നെ അത് ഉണ്ടാവുള്ളൂ.
അതായിരിക്കണം. ഒന്നൊന്നര അല്ലല്ലോ, അതെ അതെ കാലങ്ങളായിട്ട് ഈ മേശാന്തിയായിട്ട് ഉള്ള ആൾക്കാരൊക്കെ 12 ദിവസം ഭജനം ഇരിക്കണം എന്ന് പറയുമ്പോ അത് അങ്ങനെ തന്നെയാണല്ലോ. അതെ അപ്പൊ അതെന്തായാലും ഇവിടെ ഇരിക്കുമ്പോ തന്നെ നമുക്ക് എന്തോ, ഇപ്പൊ നമ്മളൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഈ സോഷ്യൽ മീഡിയയും മറ്റൊക്കെ ആയിട്ട് എപ്പോ നോക്കിയാലും ഫോണും മറ്റൊക്കെ, 3 ദിവസം ഞാൻ അതൊന്നും അറിയില്ല. വളരെ പെട്ടെന്നാണ് നമ്മൾ ആ ചേഞ്ച് അതെ മാറ്റം. തീർച്ചയായും. നമുക്ക് ഒരു വേറൊന്നും ഇപ്പൊ ഒരു പത്രം വായിക്കാൻ തോന്നാറില്ല. അത്രയും ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അതന്നെ ആയിരിക്കണം ഈ ഭജനം. ഇപ്പോ മന്ത്രങ്ങളെ കൊണ്ടും മറ്റൊക്കെ ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ മേശാന്തിയുടെ കൂടെ തന്നെ നിർമാല്യം മുതല് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനൊപ്പം കുളിച്ചു പോയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ. ഈ കുറച്ച് സമയം ഇടയിൽ ഒരു ഗ്യാപ്പ് ഉള്ളപ്പോഴാണ് കേട്ടോ നമ്മള് വന്ന് വീഡിയോ എടുക്കേണ്ടത്. ബുദ്ധിമുട്ടിക്കാണ് അറിയാം, എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങയുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തൂ. കുടുംബത്തെ ഞങ്ങളെ ഒരു വലിയൊരു കുടുംബമാണ്. ഞങ്ങൾ തറവാട് ഒന്നിച്ചെടുത്താൽ ഞങ്ങൾ 11 കൂട്ടരായിട്ട് താമസിക്കുന്നുണ്ട്. അതില് എന്റെ നേരെ താവഴി എന്ന് പറയുമ്പോ അച്ഛൻ അമ്മയുടെ ഞങ്ങള് 3 മക്കളാണ്. അച്ഛൻ 2013 മരിച്ചു. അമ്മ ഇപ്പോഴും ഉണ്ട്. വലിയ അസുഖങ്ങളോ ഇല്ല, എന്നാൽ ചെറുതായിട്ടൊരു ഇതൊക്കെ ഉണ്ട്. ഏട്ടനും അനിയത്തും. അപ്പൊ ഏട്ടന്റെ കൂടെയാണ് അമ്മ താമസിക്കുന്നത്. തൊട്ട് തന്നെയാണ്. അപ്പോ രാവിലെ എല്ലാ ദിവസവും ഏട്ടനും ഞാനും ഒരു വെളി വെച്ച് അവരൊക്കെ ആയിട്ട് അമ്മ എല്ലാവരും അങ്ങനെ ഒരു നല്ല പോണം. 2 വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാം ഓടി എത്താൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. പിന്നെ ശ്രീമതി അവര് മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ ഒരു മോനാണ്. മോൻ BA ആനിമേഷന് പഠിക്കണം. എവിടെയാ പഠിക്കുന്നത്? അങ്കമാലി ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ശരി. അപ്പോ എനിക്കൊരു സംശയമുള്ളത് എന്താ വെച്ചാൽ, അങ്ങക്ക് എപ്പോഴെങ്കിലും ഒരു ഇങ്ങനെ ഒരു സ്വപ്ന ദർശനോ അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൽ തോന്നുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഗുരുവായൂർ മേൽശാന്തിയായിട്ട് എന്തെങ്കിലും വരും, അങ്ങനെ എന്തെങ്കിലും ഗുരുവായൂരപ്പൻ ഈ മേൽശാന്തി നറുക്കെടുപ്പിനോടനുബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? അല്ല, അങ്ങനെയൊക്കെ മോഹക്കൊണ്ടാവൂല. പക്ഷെ ഇത്തവണ വന്നപ്പോ എന്തോ അറിയില്ല, എന്റെ ഇല്ലത്തുള്ള ചെറിയൊരു കുട്ടി 3-3.5 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പൊ ഞാനിതൊന്നും അറിയാം. ഞാനിവിടെ വന്നു നറുക്കെടുക്കല് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പോരുമ്പോ അവിടുത്തെ കാരണവന്മാരോ അച്ഛന്റെ അനിയന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞു പോരുമല്ലോ. ആ സമയത്ത് ഉണ്ണി ഇങ്ങനെ അവിടെ ചാടി കളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഉണ്ണിയോട് ആരോ പറഞ്ഞത്ര എന്നെ അവര് ഏട്ടാച്ചൻ എന്നാണ് പറയാ. അതായത് അവരുടെ ഏട്ടന്റെ അച്ഛൻ ഏട്ടാച്ചൻ, അങ്ങനെയാണ് എന്നെ വിളിക്കുക. അപ്പൊ ആ ഉണ്ണിയോട് പറഞ്ഞത്രേ ഏട്ടാച്ചനാണ് കേട്ടോ മേശാന്തി എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഉണ്ണി പറയാണത്രേ, അതൊക്കെ എനിക്കറിയാം എന്നൊരു വാക്ക്, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു വന്നു. അപ്പൊ എന്തോ ഒരു ഒരു ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ പറയണത് എന്താന്ന് ചോദിച്ചാൽ നിശ്ചയില്ലേ. അതെ, അത് ചിലപ്പോ എന്തെങ്കിലും ഭഗവാൻ തന്നെ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഉണ്ണിക്ക് കാണിച്ചു കൊടുത്തൊരു നിമിത്തമായിരിക്കാം. അപ്പൊ ഈ നറുക്കെടുക്കണ സമയത്ത് നാലമ്പലത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴായാലും അത് നമുക്ക് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 3 തവണ വരുമ്പോഴും കിട്ടിയില്ല എന്നുള്ള അങ്ങനെ ഒരു വിഷമൊന്നുമില്ല. പക്ഷെ അന്ന് നമുക്കൊരു പ്രത്യേക ഒരു അവസരം ഭഗവാൻ തരുന്നുണ്ട്. എന്താ വെച്ചാ മേശാന്തി നറുക്കെടുപ്പിന് വന്നവർക്കൊക്കെ തൊഴാന്ന് പറയും. നമുക്ക് ഈ ഉത്സവകാലത്തായിരുന്നല്ലോ തവണ, അത്രയും തിരക്ക് പിടിച്ചൊരു ദിവസമല്ലോ. ആ ഒരു ദിവസം നമുക്ക് ഈ തിരക്കിനിടയിലും ആ മേശാന്തി നറുക്കെടുപ്പിനുള്ളവർക്കൊക്കെ തവണ ഞങ്ങള് നേരിട്ട് കിഴക്കേ നടയിൽ കൂടെയാണ് പോയത്. അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടല്ലേ. അപ്പോ എത്രയോ ദൂരത്ത് നിന്ന് മണിക്കൂറുകളോളം കാത്തു നിന്ന് തൊഴേണ്ട ഒരു അവസരത്തില് ഈ ഒരു പേരിലെങ്കിലും നമുക്ക് അങ്ങനെ എത്ര അടുത്ത് നിന്ന് തൊഴാൻ പറ്റുമ്പോ അത് ഉപേക്ഷിക്കാറില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും അന്നത്തെ ദിവസം അതൊക്കെ മാറ്റിവെച്ച് ഇവിടെ ഉണ്ടാവും. ആർക്ക് കിട്ടിയാലും സന്തോഷം. പക്ഷെ നമുക്കത് അതൊരു വലിയൊരു ഇതല്ലേ. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരി.
അപ്പോ അങ്ങേക്ക് ഇനിയിപ്പോ എന്താ പറയാ, ഈ ഒരു 6 മാസം ഭഗവാന്റെ ഒരു അമ്മയായിട്ട് തന്നെയാണ് അല്ലെ എല്ലാ കാര്യങ്ങളും. ഒരു ഉണ്ണീനെ എങ്ങനെയൊക്കെയാണ് പരിപാലിക്കേണ്ടത്, നമ്മൾ നമ്മുടെ സ്വന്തം കുട്ടികളെ എങ്ങനെയൊക്കെയാണ് രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്യാറുള്ളത്, അതേപോലെ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനെ, നമ്മൾ നിത്യവും പോയി തൊഴുന്ന ശ്രീ ഗുരുവായൂരപ്പനെ അദ്ദേഹത്തിന് പാദപൂജ ചെയ്യാനുള്ള ഭാഗ്യം അല്ലെ, മുൻജന്മ സുഹൃതം. അപ്പോ എന്താ പറയാ, ഇപ്പൊ ഇനി ഇതൊക്കെ അങ്ങേക്ക് ആദ്യം മുതലേ ഒന്ന് ഇങ്ങനെ നമുക്ക് മനസ്സിൽ ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് ഇപ്പൊ ഈ സമയം തൊട്ടേ ഇങ്ങനെ ഒരു പ്രാക്ടീസ് പോലെയാണ് അല്ലെ ഈ ഒരു ഭജനകാലം എന്ന് പറയുമ്പോ അങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. പിന്നെ ഉച്ചപൂജയുടെ കാര്യമൊക്കെ ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ടാവും, അലങ്കാരങ്ങളും അതുപോലെ. നമ്മൾ എന്ത് വിചാരിക്കുന്നോ അത് നമുക്ക് പോയിട്ട് ആ സമയത്ത് പോയിട്ട് അവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പല മേൽശാന്തിമാരുടെ ഇന്റർവ്യൂ എടുക്കുമ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അങ്ങേക്ക് എന്താ തോന്നാറ് അതിനെ കുറിച്ച്? അതിപ്പോ എന്റെ ഏട്ടനും ഇവിടെ മേൽശാന്തി ആയിരുന്നു പറയുമല്ലോ, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നമുക്കും അങ്ങനെ ഒന്നും ഗുരുവായൂരപ്പനെ മേൽശാന്തി ആവാൻ വേണ്ടി ഇന്റർവ്യൂവിന് വരുന്ന മുതൽ ഒന്നും നമുക്ക് മുൻകൂട്ടി വിചാരിക്കാനില്ല. കാരണം നമ്മള് ഒരു നിമിത്താണ്. കാരണം ഒരു അലങ്കാരം നടത്തിയിട്ട് ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അതിന്റെ ഒരു ആ ഭാവം വർണ്ണിച്ച് നമ്മൾ വിചാരിക്കണ പോലെയല്ലല്ലോ, എത്ര കോടാനുകോടി പേരാ സന്തോഷിക്കുന്നത്. അപ്പൊ ആ സന്തോഷിപ്പിക്കാവുന്ന തരത്തിലൊരു അലങ്കാരമായിട്ട് മാറ്റണം എന്ന് വിചാരിച്ചാൽ നമ്മളുടെ അലങ്കാരവും കഴിവൊന്നുമല്ല. അതിന് ഗുരുവായൂരപ്പൻ ആ നിമിഷം ഗുരുവായൂരപ്പനായിട്ട് ഉള്ളിൽ വന്നാണ്ട് തോന്നിക്കണം. ധ്രുവൻ ഭാഗവതത്തിൽ പറയുക, പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയിൽ അഖില ശക്തിധര സ്വതാംന എന്ന പോലെ നമ്മളിൽ നിന്ന് ലോകത്തെ സന്തോഷിപ്പിക്കണ വാക്ക് വേണമെങ്കിലും അതിന് ഗുരുവായൂരപ്പൻ ഉള്ളിൽ വന്നിരിക്കേണ്ടതുണ്ട്. അലങ്കാരമൊക്കെ നടത്താൻ കലാകാരന്മാർക്കൊന്നും പറ്റില്ല. ഞാൻ കലാകാരനല്ല, കലാവിരുദ്ധല്ല അലങ്കാരം. അതെനിക്ക് അറിയാം. നമ്മൾ തന്നെയാണ് ഗുരുവായൂരപ്പൻ ഉള്ളെന്ന് തോന്നിക്കും. ഈ മേൽശാന്തി സ്ഥാനത്തേക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അതായത് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ശുഗപുരം പെരുവനം ഗ്രാമത്തിലെ യാഗാധികാരം അഥവാ ഭട്ടവൃത്തി ഉള്ള കുടുംബങ്ങളായിരിക്കണം. അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. അതന്നെയാണ് പ്രധാനമായിട്ട്. പിന്നെ പ്രായപരിധി ഇപ്പോ 30 വയസ്സ് മുതൽ 60 വയസ്സ്. 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. ഒരു പ്രാവശ്യം മേൽശാന്തി ആയിട്ട് നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ? അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാട്ടോ. 2 വർഷം കഴിയണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ശരി. അപ്പൊ ഇനിയും ഒരു അവസരം കിട്ടുമ്പോ അങ്ങനെ എന്തായാലും തീർച്ചയായിട്ടും മേൽശാന്തി സ്ഥാനത്തേക്ക് വരില്ലേ? അതൊക്കെ എന്തോ ഒന്നും പറയാൻ വയ്യ. അല്ല, ഭാഗ്യം ഞങ്ങളും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ കുടുംബാംഗങ്ങളും എല്ലാരും ഇപ്പോ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെ, കുട്ടികളായാലും അതെ എല്ലാവരും. ഇല്ലത്തെ ഒരു സത്യം പറഞ്ഞ ഞങ്ങളില്ലത്തെ ഒരു അവിടുത്തെ ഒരു ബദ്ധ വെച്ചിട്ടേ എല്ലാവരും കൂടിയിട്ടായി സന്തോഷം. അപ്പൊ നിങ്ങൾ ചില ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ഒരു കാരണവന്മാരും ചെറിയ കുട്ടികളും എല്ലാവരും അങ്ങനെ ഒരു ആ ഒരു 1-2 ദിവസം ഞാൻ ഇങ്ങോട്ട് പോകുന്നത് വരെ അവിടെ ഒരു ആഘോഷം, എല്ലാവർക്കും വെറൊരു ആഘോഷമല്ല, എല്ലാവരും ഈ ഭഗവാനെ സ്മരിക്കണ അതിന്റെ ഒരു എന്താ പുതിയ ഭാഷയിൽ പറഞ്ഞ ത്രില്ല്, പുതിയൊരു കഴിവസ്മരണ എന്നും അവിടെ തേവാരത്തിലും മറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിനോട് വരുമ്പോ ഭഗവാനെ മുൻനിർത്തിയിട്ടുള്ള ഒരു ഭക്തിനിർഭരമായ ഒരു അവസ്ഥയിലാണ് എല്ലാവരും. ഇനിയുള്ള 6 മാസക്കാലം അങ്ങ് പുറപ്പെടാൻ ശാന്തിയാണ്. ക്ഷേത്രം വിട്ട് പുറത്തേക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ അത് കുറച്ച് വിഷമമുള്ള കാര്യം തന്നെ ആവുമല്ലോ അല്ലെ എല്ലാവർക്കും. പക്ഷെ അതിലുപരി സന്തോഷമാണ് ഭഗവാന്റെ. വിഷമായിട്ടല്ല, കാരണം നമ്മുടെ ജീവിതത്തില് പറയാനല്ലേ പറ്റുള്ളൂ ഈശ്വരന് വേണ്ടി എല്ലാം മാറ്റിവെക്കാന്നൊക്കെ. അത് പ്രാവർത്തികമാക്കാൻ ഇപ്പോ ഇങ്ങനെയൊക്കെ അവസരമാണ്. അതെ. അപ്പൊ എന്തായാലും മേൽശാന്തിയുടെ കുടുംബാംഗങ്ങളും ഒക്കെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോ ഇനിയുള്ള 6 മാസക്കാലം അങ്ങേക്ക് വളരെ ഭംഗിയായി തന്നെ ഗുരുവായൂരപ്പന്റെ പാദപൂജ ചെയ്യാൻ ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മുടെ പ്രേക്ഷകരോട് അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ ഈ ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ സാധാരണ ഇപ്പോ എല്ലാവരോടും അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? എന്താണെന്ന് വെച്ചാൽ ഭക്തി ഉണ്ടാവാനാണ് പ്രാർത്ഥിക്കേണ്ടത്.
ബാക്കിയെല്ലാം നമുക്ക് വരും, കുറച്ചു കഴിഞ്ഞാൽ പോകും. പക്ഷെ ഭക്തി ഉണ്ടാവാൻ അതിന് ജീവിതത്തിൽ അതിനു വേണ്ടിയിട്ടാണ് നമുക്കൊക്കെ പ്രാർത്ഥിക്കാറുള്ളത്. കാരണം ഇന്നിപ്പോ ഒന്നിന്റെയും കുറവ് ആർക്കും ഇല്ല. പക്ഷെ മനസ്സിൽ